എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്മൂത്തി റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓട്സും പഴവുമാണ്. ഇതിന് മുന്നേ ഞാനൊരു സ്മൂത്തി ചെയ്തിട്ടുണ്ട് ആപ്പിൾ വെച്ചിട്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് കാണുക. ഇപ്പോൾ ഈ ഒരു സ്മൂത്തി ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/3 കപ്പ് ഓട്സ്, നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത ഓട്സാണ്. പിന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കറിയാലോ, ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് പൊതിർത്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അതൊന്ന് അടച്ചു വെച്ചാൽ മതി, ഒന്നൊന്ന് പൊതിർന്ന് വരട്ടെ. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് തുറക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പഴമാണ്. അപ്പോൾ ആ പഴം ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കണില്ല, കുറച്ച് തേന് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർക്കുക. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മധുരം എന്തായാലും അതിലുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മൂത്തി കിട്ടും. നിങ്ങൾക്കിത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് എന്തുകൊണ്ടും പറ്റും. ഇത് മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുക. ഇത് മാത്രം കേട്ടോ, കൂടെ വേറെ കഴിക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.